പെട്ടെന്ന് വിശപ്പ് തോന്നുമ്പോൾ എളുപ്പത്തിൽ വയറു നിറയാനായി ഒരു വാഴപ്പഴം കഴിച്ച് കുറച്ച് വെള്ളവും കൂടി കുടിക്കുന്നവരുണ്ട്. എന്നാൽ വാഴപ്പഴം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടായിരിക്കും വാഴപ്പഴം കഴിച്ചതിന് പുറമെ വെള്ളം കുടിക്കരുത് എന്ന് മുന്നറിയിപ്പായി പറയപ്പെടുന്നത്? റിപ്പോർട്ട് കാണാം. ദഹനവുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ വിദഗ്ധർ ഇക്കാര്യം പറയുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു നിരുപദ്രവകരമായ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് ദഹനപ്രക്രിയയെ തടസ്സപ്പെടുത്തിയേക്കാം. വാഴപ്പഴം പൊതുവെ തണുപ്പുള്ള പഴമായാണ് കണക്കാക്കുന്നത്. പഴം കഴിച്ചു കഴിയുമ്പോൾ ആമാശയത്തിലെ ദഹനരസങ്ങൾ പഴത്തെ വിഘടിപ്പിക്കാൻ തുടങ്ങും. ഈ സമയത്ത് വെള്ളം കുടിക്കുന്നത് ദഹനരസങ്ങളെ നേർപ്പിക്കുകയും ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. പഴം ശരിയായി ദഹിച്ചില്ലെങ്കിൽ വയറു വീർക്കുകയും ദഹനക്കേട് പോലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകുകയും ചെയ്യും. വാഴപ്പഴം കഴിച്ച ഉടനെ തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ ആന്തരിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുമെന്നും തൊണ്ടവേദന, ചുമ, ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ, കഫം എന്നിവ ഉണ്ടാവുമെന്നും കരുതപ്പെടുന്നു. വാഴപ്പഴത്തിന്റെ നാരുകളിൽ പ്രകൃതിദത്ത പഞ്ചസാര ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വാഴപ്പഴം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് പഞ്ചസാരയുടെ ആഗിരണം വർദ്ധിപ്പിക്കുമെന്നും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിനെ താൽക്കാലികമായി വർദ്ധിപ്പിക്കുമെന്നും ചില ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. വാഴപ്പഴം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡ് അസന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ചില വ്യക്തികളിൽ ഗ്യാസ് ഉണ്ടാകാനും വയറിലെ അസ്വസ്ഥതയ്ക്കും കാരണമാകുകയും ചെയ്യും. ഓക്കാനവും ഉണ്ടായേക്കാം. പഴങ്ങൾ കഴിച്ച ശേഷം കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വരെ കാത്തിരുന്ന ശേഷം വെള്ളം കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വാഴപ്പഴം വളരെ പോഷകസമൃദ്ധമായ വിഭവമാണ്. ശ്രദ്ധാപൂർവമായ ഭക്ഷണശീലങ്ങൾ അവയുടെ ഗുണങ്ങൾ പരമാവധിയാക്കാനും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കാനും സഹായിക്കും.